നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി കിളിമീനാണ്. നമുക്ക് ഈ കിളിമീനെല്ലാം ഒന്ന് വെട്ടി കിട്ടിയതാണ്. അത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. മീനിൻ്റെ അരപ്പിനാവശ്യമായ സാധനങ്ങളാണ് ചുമന്ന ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വേപ്പില, കുരുമുളക്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ നോക്കി ജാറിലിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും എല്ലാം ചതച്ചെടുത്ത് മീനെല്ലാം ഇവിടെ വെട്ടി കഴുകി വരഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് അല്ലെങ്കിൽ അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. മീനിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ടാണ് ഇത്രയും സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ കുരുമുളക്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. മീൻ ഫ്രൈക്കുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ട് വേണം നമ്മൾ ഇതെല്ലാം കൂടെ ഇളക്കി അല്ലെങ്കിൽ യോജിപ്പിച്ച് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പുരട്ടി കൊടുക്കാം. നമ്മൾ മീൻ ഇത്രയും നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈ മീനെല്ലാം ഒന്ന് ഒരു വശം മൂത്തിട്ടുണ്ട്, മറുവശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ളൊരു മീൻ കൂടിയാണിത്. ഇത് ഫ്രൈ ചെയ്താലൊക്കെ വളരെ ടേസ്റ്റാണ്. കിളിമീൻ ഈ ഒരു വശം കൂടെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ നല്ല റെസിപ്പിയാണ് അയച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടാണ് ഞാനിത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് എത്രയും വേഗത്തിനായിരിക്കും. താങ്ക് യു.